അമേരിക്കൻ ക്രേപ്പിൽ വന്നിരിക്കുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുത്തരാൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് അമേരിക്കൻ ക്രേപ്പിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. ഒത്തിരി ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മളിതിൻ്റെ പ്രൈസ് ഇട്ടിരിക്കുന്നത് 42 rupees per meter ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സിൻ്റെയും സെയിം ഫാബ്രിക് വെച്ച് ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് കണ്ടിരുന്നു. സെയിം ഡിസൈൻ തന്നെ എല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി ചെറിയ ചെറിയ ഡിസൈനിലുള്ള കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ ഡിസൈനും നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നില്ല, സെയിം പോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഫാബ്രിക്കും തന്നെ വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം. പോളിസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്, കോട്ടൺ അല്ല. ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ചൂടെടുക്കുമെന്ന്. ആക്ച്വലി കോട്ടൺ അല്ലെങ്കിൽ നമുക്ക് ചൂടെടുക്കുമല്ലോ. കോട്ടൺ ആയാലും ചൂടെടുക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം പിന്നെ കോട്ടൺ അല്ലെങ്കിൽ ചൂടെടുക്കുമെന്ന് ചോദിക്കുന്നതിന് ചൂടെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഒത്തിരി ഡിമാൻഡുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഇനി അതിൻ്റെ പ്രൈസിൻ്റെ ആണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒത്തിരി പേര് ഈ അമേരിക്കൻ ക്രേപ്പ് ഇടുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകാറുണ്ട്. ഒരു 11 o'clock ഒക്കെ ആകുമ്പോഴേക്കും സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ കുറച്ച് 3 ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. 3 ഡിസൈൻസിലും 4 കളേഴ്സ് വീതമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും കണ്ടു നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു ബ്ലാക്ക് കളറിനകത്ത് പീച്ച് കളറും വൈറ്റ് കളറും ഒക്കെ ആയിട്ടുള്ള പ്രിൻറ്റിൽ പോകുന്നതാണ്. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 42 inch മാത്രമേ ഉള്ളൂ കേട്ടോ. 44 അല്ല, കോട്ടൺ ആണ് 44 വരുന്നത്. ഇത് അമേരിക്കൻ ക്രേപ്പ് ആകുമ്പോൾ 42 inch വിഡ്ത്തിലാണ് വരുന്നത്. നമുക്കിത് ടോപ്പും ബോട്ടവും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. വീട്ടിലിടുന്ന പലാസോ പോലത്തെ ബോട്ടംസ് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാം. ചെറിയ മിനി ടോപ്പൊക്കെ വെച്ച് പെയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നൈറ്റിക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. 42 rupees മാത്രമേ ഇതിൻ്റെ പ്രൈസ് പെർ മീറ്റർ വരുന്നുള്ളൂ. അപ്പോൾ ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ, ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതും അമേരിക്കൻ ക്രേപ്പിൻ്റെ തന്നെ ഫാബ്രിക്കാണ്. അപ്പോൾ ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം തന്നെ പോകുന്നത്. നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ്, ചെറിയ ചെറിയ പ്രിൻറ്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കുറേ അധികം അമേരിക്കൻ ക്രേപ്പിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു, വലിയ ഫ്ലവേഴ്സിലുള്ളതും ചെറിയ ഫ്ലവേഴ്സിലുള്ളതൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം തന്നെ ചെറിയതാണ്. നെക്സ്റ്റ് വൺ ഇതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളറിലേക്ക് പോയിട്ടുള്ളതാണ്. ഗ്രീനും ഒരു ഓഫ് വൈറ്റ് കളറിലും അതുപോലെ ഗ്രേ കളറിലുമുള്ള ഫ്ലവേഴ്സൊക്കെയാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. 42 inch വിഡ്ത്തിൽ 42 rupees per meterലുള്ള അമേരിക്കൻ ക്രേപ്പിലുള്ള റണ്ണിങ് ഫാബ്രിക്കാണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ കളറിനകത്താണ്. നേവി ബ്ലൂ കളറിനകത്ത് തന്നെ ഗ്രീനും ഗ്രേയും അതുപോലെ തന്നെ ടെയിൽ ഗ്രീൻ്റെ കളറിലുമുള്ള ഫ്ലവേഴ്സാണ് പോകുന്നത്. വെയർ ചെയ്യുമ്പോൾ ഒരു പാറ്റേണിലാണ് ഇത് വരുന്നത് കേട്ടോ. 42 inch ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. 42 rupees മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ പെർ മീറ്റർ. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് പർപ്പിൾ ഷെയ്ഡിലേക്ക് വന്നിട്ടുള്ളതാണ്. പർപ്പിളിനകത്ത് തന്നെ പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സാണ് പോയിട്ടുള്ളത്. പിങ്കും ആഷും ഗ്രീനും ലീഫിനും തണ്ടിനും ഒക്കെ ഗ്രീൻ കളറിലാണ് വരുന്നത്. നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം തന്നെ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഡിസൈൻ നമുക്ക് കാണാം. അപ്പോൾ ഒരു ഡിസൈൻ്റെ തന്നെ 4 കളേഴ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസൈൻ കാണുന്നത് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് തന്നെയാണ്, കുറച്ച് ഡിഫറൻ്റ് ആണ്. ക്ലോസ് വ്യൂവിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ മനസ്സിലാകും. ഇതിനകത്ത് ഒരു കളറും ബേസ് കളർ ഒരെണ്ണവും പിന്നെ അതിന് പോകുന്ന ഫ്ലവേഴ്സും മറ്റും നമ്മൾ കുറേയധികം കളർ അതിനകത്ത് പ്രിൻറ്റ് പോകുന്നുണ്ട്. ഇത് വന്നിരിക്കുന്നത് ക്രീം കളർ മാത്രമുള്ള പ്രിൻ്റാണ്. ബേസ് ഗ്രീനാണ്. ഒത്തിരി കളേഴ്സ് പോകുന്നില്ല എന്ന് ചുരുക്കം. 42 inch 42 rupees per meterൽ. അപ്പോൾ നെക്സ്റ്റ് വൺ ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ബ്ലാക്ക് കളറിലാണ്. ബ്ലാക്ക് കളറിനകത്ത് ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിൻ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സിനോട് മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു ഡിസൈനാണ്. ഇതിനകത്ത് കുറച്ച് ഗ്യാപ്പിലാണ് ഈ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത്. ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു അടുപ്പിച്ചുള്ള ഫ്ലവേഴ്സാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസും 42 rupees per meter തന്നെയാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു മെറൂണിഷ് ആയിട്ടുള്ള റെഡ് കളറിനോട് മാച്ച് ചെയ്യാവുന്ന പോലത്തെ ഒരു കളറിലാണ് കേട്ടോ. പ്രൈസ് വന്നിരിക്കുന്നത് 42 rupees മാത്രമേ ഉള്ളൂ. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം തന്നെ വരുന്നത്. ഇപ്പോൾ 42 inch വിട്ടുള്ളൂ, പക്ഷേ ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്തേക്കണത് കൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ ഫോൾഡിങ് ഡിഫറൻ്റ് ആയിട്ട് വന്നതുകൊണ്ടാണ്. ഇങ്ങനെ കാണുമ്പോൾ ഇത്ര വീതിയുള്ളൂ എന്ന് ചിന്തിക്കല്ലേ. ഇതിങ്ങനെ ഫോൾഡിങ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. നോർമലി നമ്മുടെ ഫാബ്രിക് എല്ലാം തന്നെ ഈ ഒരു പാറ്റേണിലായിരിക്കും ഫോൾഡിങ് വരാറ്. ഇങ്ങനെയായിരിക്കും ഫോൾഡിങ് വരാറ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് കാണിക്കാറ്. ഇതിൻ്റെ ഫോൾഡിങ് ചേഞ്ച് വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ രീതിയിൽ കാണുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. ബ്ലൂ കളർ തന്നെയാണ്, നേവി ബ്ലൂവിൻ്റെ തന്നെ വേറൊരു ടോണാണ്, ഒത്തിരി ഡാർക്കല്ല. ഇതിനകത്തും വൈറ്റ് കളറിലുള്ള പ്രിൻറ്റുകൾ തന്നെയാണ് പോകുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റ് തന്നെ, നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെ. 42 inch വിഡ്ത്തിൽ 42 rupees per meterലുള്ള അമേരിക്കൻ ക്രേപ്പാണ്. നെക്സ്റ്റ് വൺ ഇപ്പം നമ്മൾ 2 ഡിസൈൻ്റെ 4 കളർ വീതം കണ്ടല്ലോ. നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് കുറച്ചുകൂടി ചെറിയ ഫ്ലവേഴ്സിൻ്റെയാണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡിലാണ്. 42 rupees തന്നെയാണ് കേട്ടോ ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത്. പർപ്പിളിനകത്ത് പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സാണ്. 2 കളറിലുള്ള ഫ്ലവേഴ്സ് പോകുന്നുണ്ട്, ഗ്രേയും പിങ്കും കളറിലുള്ള ഫ്ലവേഴ്സ്. അപ്പോൾ ഈ ഒരു സെയിം ഇപ്പോൾ കാണുന്ന ഈ സെയിം പ്രിൻറ്റിൻ്റെ തന്നെ 3 കളറും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ കളറിൽ തന്നെ, ഒരു ബ്ലൂ കളറിൽ തന്നെ ഈ സീ ഗ്രീൻ എന്നൊക്കെ പറയുന്ന കളറിന് മാച്ച് ചെയ്യാവുന്ന പോലത്തെ
കളറും ഗ്രേ കളറിലുമുള്ള ഫ്ലവേഴ്സാണ് പോകുന്നത്. ഇങ്ങനെയായിരിക്കും കേട്ടോ നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. നെക്സ്റ്റ് വൺ കാണുന്നത് ഗ്രീനിനകത്ത്, ഇപ്പോൾ കണ്ട സെയിം ഡിസൈനിൽ തന്നെ ഗ്രീനിനകത്താണ് പോകുന്നത്. ഞാനത് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം തന്നെ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം 42 റുപ്പീസ് പെർ മീറ്ററിലുള്ള ഫാബ്രിക്കാണ്. ലാസ്റ്റ് വൺ, ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റ് വൺ കാണുന്നത് ഇപ്പം നമ്മൾ കണ്ട സെയിം ഡിസൈൻ്റെ തന്നെ ബ്ലാക്കിൽ വന്നിട്ടുള്ളതാണ്. ബ്ലാക്കിനകത്ത് പിങ്കും ഗ്രേയും കളറിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നമ്മൾ കണ്ടതെല്ലാം തന്നെ അമേരിക്കൻ ക്രേപ്പിൽ വന്നിരുന്ന റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ 42 ഇഞ്ച് വിഡ്ത്തിൽ 42 റുപ്പീസ് പെർ മീറ്ററിലുള്ള റണ്ണിങ് ഫാബ്രിക്കാണ്. അതുപോലെ തന്നെ നമുക്കിത് ടോപ്പും ബോട്ടവുമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാം. അതല്ലെങ്കിൽ സ്ലിറ്റഡ് പാറ്റേണിലുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ നമുക്ക് നൈറ്റിയോ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ കുറച്ച് പേർ ചോദിക്കുന്നത് കണ്ടു സ്റ്റിച്ചിങ് അവൈലബിൾ ആണോ എന്നുള്ളത്. നമ്മുടെ ഫാമിലിയിലേക്ക് പുതുതായി ജോയിൻ ചെയ്തവരായിരിക്കാം അങ്ങനെ ചോദിക്കുന്നത്. അതേ, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഓൺലൈനിലും ഓഫ്ലൈനിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ് കേട്ടോ. 8891060225 കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ നമ്പറാണത്. അപ്പോൾ അവർ നിങ്ങളെ അസിസ്റ്റ് ചെയ്യും. ഇതെല്ലാം ഷോപ്പിലും ഓൺലൈനിലും അവൈലബിൾ ആണ്. ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.